ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല, എന്നാൽ ചെറിയൊരു വിശേഷം. നമ്മുടെ വാവയുടെ 28 അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഞങ്ങൾ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അത് എന്നെ ചക്കര അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊരു സെറ്റും കൊണ്ടൊക്കെ ഉടുപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ടീം റെഡാണ്. ഇത് ചങ്ങനത്തിൽ വെക്കണ്ട ആളാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നില്ല, അതുകൊണ്ട് ഹെയർ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. മേക്കപ്പ് ആൻഡ് സാരി ഡ്രൈപ്പിംഗ് ചക്കര. അതാണ് നമ്മുടെ നെയിം റിവീലിംഗ്. നമ്മളിങ്ങനെ ആയിരിക്കും വാവേനെ റെഡിയാക്കണം. ഇനിയൊന്ന് വാവേനെ റെഡിയാക്കിയാലോ. എപ്പോഴും ഞങ്ങൾ പരിപാടിക്കായാലും ഒട്ടും മാച്ച് ഡ്രസ്സ് കിട്ടില്ല. എപ്പോഴും പരിപാടിക്കായാലും മാച്ചിന് ഇവൻ ഡ്രസ്സ് ഇടില്ല. ഞാൻ റെഡ് ഇടുകയാണെങ്കിൽ ഇവൻ വേറെ കളർ ഇടും. ഇതിപ്പോ റെഡ് ഇട്ട് മെറൂൺ ഇട്ടു. കണ്ടോ, ഒരിക്കലും മാച്ചിൽ ഡ്രസ്സ് ഇടാനും ഇഷ്ടമല്ല ഗൈസ്. അപ്പോ ഇന്ന് ചെറുതായിട്ടൊന്ന് ഫോട്ടോയിലെങ്കിലും ചെറിയൊരു കളർ ഒരുപോലെ തോന്നാൻ വേണ്ടിട്ട് ഒരു മെറൂൺ ഇടിച്ചതാണ് ഗൈസ്. എന്തുകൊണ്ടാണ് നീ മാച്ചിന് ഡ്രസ് ഇടാത്തത്? ഈ ഒരു ദിവസത്തേക്കായിട്ട് ഒരു ഡ്രസ് മേടിക്കണം എനിക്ക് ഇഷ്ടമല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് കളർ ഉണ്ടാവുമെങ്കിലോ? കറുപ്പ് മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ. അതല്ല, ഇപ്പൊ നിന്റെ കളർ ഉണ്ട്, അതെന്താ? അതെനിക്ക് കറുപ്പ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ ഞാൻ കറുപ്പിട്ട നീ കറുപ്പിടും. രാവിലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഡ്രസ്സ്, സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മാച്ചായിട്ട് ഇതേ അമ്മ അവിടെ സാരി എടുത്തിട്ടുണ്ട്. കണ്ട, നീ കണ്ടുപഠിക്കും. എവിടെ അമ്മ? അതിന് എന്ത് മാച്ച്? ഒരിക്കലല്ല. അച്ഛന് ഇട്ടേണ ഷർട്ടിന്റെ കളറാണ് ദേ സാരിയും ഉള്ളത്. കണ്ടോ, അവര് മാച്ചാണ്. ഇതുപോലെ നേരെ ചീന്തിൽ വെച്ചാൽ മതി. അങ്ങനെയൊക്കെ മറിച്ച് അരി കിട്ടിയില്ലേടി? ഇത് സ്വർണ്ണം അരക്കണോ? അത് കിട്ടിയിട്ടും കൂടി എന്തൊക്കെ ആചാരമാണ്. അവരെന്താ ചെയ്യണേ നോക്കൂ. തേനും വയമ്പും ഒക്കെ അരച്ചു സ്വർണ്ണം അരച്ചു കൊടുക്കും. ഇവരെ 70 വസന്തങ്ങളാ. അതെ, എന്നാ നമ്മൾ അറിവുള്ളവർ പറഞ്ഞു കൊടുത്തു ചെയ്യില്ല. മനോജ് വന്നാ? എന്താ പരിപാടി? എവിടെ വന്ന്? അച്ഛന്റെ വീട്ടില്. എന്റെ വീട്ടിലോ? കൊച്ചിന്റെ വീട്ടിൽ. ഏത് കൊച്ചിന്റെ? എന്തിനാ വന്ന്? കൊച്ചിന്റെ 28. ഏത് കൊച്ചിന്റെ? എന്റെ കൊച്ചിന്റെ സച്ചിനെ. വണക്കം. അപ്പൊ സിനിമക്കാരൻ പോലെയാണ്. പാണ്ടി അമൽ ചേട്ടൻ. പിന്നെ മല്ലിച്ചേട്ടനെ പിടി. ചേട്ടൻ കണ്ണനെ പിടി. എല്ലാരും പിടി. ഹായ് വല്ലിച്ച. ഇവിടെ സാരി കൊടുക്കാത്ത കുഞ്ഞിലേഷം മുടി വെട്ടിയാണ് നോക്കി. അയ്യേ, എല്ലാം പടാപ്പട്ടായിരുന്നു. അശേഷിനെ പരിചയപ്പെടുത്ത്. ആ പേര് ഇടുമ്പോ കൈ അടിക്കണം കേട്ടോ. അത് ആ മുത്ത് പൊട്ടിക്കുമ്പോ പേര് കാണും, മനോജ്. അപ്പൊ കൈ അടിക്കണം. കുട്ടിക്കോ പേര് കാണോ? മനുവേട്ടൻ വൈറ്റ്സ്. എന്തായി? നിങ്ങക്ക് ഇന്ന് ചെലവില്ല. ഇന്ന് അവിടെ ഒന്നും ചെലവ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് 1-ാം തീയതി.
ഓ കറക്റ്റ് ടൈമിലായിട്ട് പരിപാടി വെച്ചിട്ട് അതാണ് ബുദ്ധിപരമായിട്ടുള്ള ഓയ് അശ്വതി അച്ചു വൈഷ്ണവി 3 പേരുണ്ട്. വൈഗ യാത്ര അങ്ങനെ രാവിലെ 11നും 11:30 ഇടയിലാണ് നമ്മളുടെ നൂല് കെട്ടുന്ന സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11:30 മുമ്പ് നമ്മൾ വേഗം അവിടുന്ന് അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാവരും സ്റ്റേജിൽ കയറി വാവേനൊക്കെ റെഡിയാക്കി. ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ച നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിരുന്നു കൊച്ചിൻ്റെ. പക്ഷെ അതിട്ടിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല, വീഡിയോയും അതിട്ടിട്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ ചരട് കെട്ടുകയാണ്. 28-നാണ് എല്ലാ കുട്ടികളെയും സാധാരണ പേര് വിളിക്കുന്നതും നൂല് കെട്ടുന്നതൊക്കെ. പക്ഷെ നമ്മൾ 27-ൻ്റെ എന്നാണ് ബോയ്സ് ആൺകുട്ടികളാണെങ്കിൽ 27-നും പെൺകുട്ടിയാണെങ്കിൽ 28-നുമാണ് നൂല് കെട്ടുന്ന പേര് വിളി നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് 27 ദിവസമായി ഞങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മമാർക്ക് പേരാണല്ലോ കുഞ്ഞിനെ വിളിക്കുക. അവർ പറയുന്നത് ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരാണ് ആദ്യം വിളിക്കേണ്ടതെന്നാണ്. എന്നിട്ടാണ് അച്ഛൻ ഒറിജിനൽ പേര് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ ശിവ എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സച്ചിയുടെ കൊടുത്ത് സച്ചിയുടെ ഒറിജിനൽ പേര് വിളിച്ച് പിന്നെ എന്തെങ്കിലും തന്ന് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ഞാനും പേര് വിളിച്ച് നിങ്ങൾക്ക് പേര് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റയിലും അതിലൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞിന് കണ്ണൊക്കെ എഴുതിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ട് അഞ്ജനം അരച്ച് അഞ്ജനം കൊണ്ട് കണ്ണൊക്കെ എഴുതണം. അപ്പം എനിക്കങ്ങനെ കണ്ണൊന്നും എഴുതാൻ വലിയ ഇഷ്ടമല്ല. ആൺകുട്ടികളെ അങ്ങനെ കണ്ണൊന്നും എഴുതിക്കണ്ട. പക്ഷെ കണ്ണെഴുതണം, അതും ഒരു ഭംഗിയാണല്ലോ. ഈ പ്രായത്തിലല്ലേ അവരങ്ങനെ എഴുതുള്ളൂ. അങ്ങനെ വയമ്പും ഇതൊക്കെ ഫുൾ കൊടുത്ത് നമ്മുടെ റിയോ ബേബീനെ കണ്ണൊക്കെ എഴുതിയിട്ടോ പിരികലൊക്കെ എഴുതി. ഞാൻ ലൈറ്റായിട്ട് എഴുതിയത് എനിക്ക് വേറൊരു കുഞ്ഞിനെ പോലെ ആയിട്ട് കണ്ടപ്പോൾ അതിനെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇപ്പൊ 5 ആണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് തരുമ്പോൾ കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നു, ചൂടെടുക്കണം. അതൊക്കെ കാരണം ആൾ ഭയങ്കര കരച്ചിലായിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് പോകുന്നു. ബാക്കിയൊന്നും എനിക്ക് വീഡിയോസ് ഗിഫ്റ്റ് തരണം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് പേര് കുഞ്ഞിന് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഞാൻ ഈ വീട്ടിലെല്ലാം തോണ്ടല്ലേ നോക്കിയേ
എല്ലാരും വീഡിയോയിൽ ഉണ്ടാവണം. ഇതാരെ പുതിയ ആള്? എല്ലാരും ഇല്ല, കൊച്ചില്ല, വെളിച്ചില്ല. റിയോ റിയോ മോനെ ഇതിക്ക് നോക്ക്. ഇവിടുന്ന് അവിടേക്ക് വന്നു ആള്. എന്താണ് കണ്ണുമ്മക്ക് എഴുതിയേക്കണേ? എടിയാ ചേച്ചിനെയാണ് കൂടുതൽ കിട്ടുന്നത്. അതാരാ വേറെ ആള്. അപ്പൊ നമ്മൾ തൊട്ടിൽ ഇവിടെ കെട്ടിക്കൊണ്ട് സച്ചു ഇതാരെ തൊട്ടില് കെട്ടിയേ? സന്തോഷാബനാണ് തൊട്ടിൽ കെട്ടിയേക്കുന്നത്. ഒരു പ്രാവശ്യം എടുത്തേ അങ്ങനെ. അപ്പോൾ കൊച്ചിൻ്റെ 28ൻ്റെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് തൊട്ടിലിൽ കുഞ്ഞിനൊക്കെ എടുത്തുന്നത് കേട്ടോ. അതൊരു ചടങ്ങാണ്. അങ്ങനെ തൊട്ടിയൊക്കെ കെട്ടി നമ്മൾ കുഞ്ഞിനത് ഫസ്റ്റായിട്ട് തൊട്ടിലിൽ കെട്ടിയിട്ട് ആൾക്ക് എടുക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഡെയിലി നമ്മളങ്ങനെ കുറേ നേരമൊന്നും ഇടില്ല കേട്ടോ. ആകെ 28 ദിവസമല്ലേ അതിനായിട്ടുള്ളൂ. കുഞ്ഞല്ലേ, അപ്പോൾ തൊട്ടിലൊന്നും ഇടാറായിട്ടില്ല. അപ്പോൾ ആളെ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ തലോണയൊക്കെ ഒരെണ്ണം വെച്ച് കൊടുത്തു. സുഖമായിട്ട് ആൾ ഉറങ്ങും. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ വെള്ളം മുഖത്തൊക്കെ മാറിയിട്ട് വേറൊരു ഫേസായേ. പറഞ്ഞ റിയോ ബേബിയുടെ പറ, റിയോ ബേബിയുടെ അപ്പോൾ അടുത്തൊരു ചടങ്ങെന്ന് വെച്ചാൽ നമ്മൾ കുറുക്ക് കൊടുക്കുന്നതാണ്. കുറുക്കല്ല, ഗോതമ്പ് ഇങ്ങനെ പിഴിഞ്ഞോ എന്തോ ചെയ്തിട്ട് കുറുക്ക് പോലെ ആക്കി നമ്മൾ പനം കൽക്കണ്ട ഇച്ചിരി മിക്സ് ചെയ്ത് ഒരു മലേഷ്യ എന്നുള്ള ഗിഫ്റ്റാണോ? തൃപ്പൂണിത്തുറ എന്നുള്ള ഗിഫ്റ്റാണ് ഗൈസ്. മലേഷ്യയിലത്തെ ഗിഫ്റ്റാണ് പ്രതീക്ഷിച്ചത് കേട്ടാ. ഓ പോട്ടെടാ, കുഴപ്പമില്ല, മതി മതി. ഗൈസ്, നിമിഷ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ബട്ട് ചോറിനാണ്. മൈ ഓക്കെ. അപ്പൊ നമ്മുടെ നൂലൊക്കെ കഴിഞ്ഞു ആവേണ്ട ഇതൊക്കെ ഊരി വെച്ചു. അവന്ന് റിലാക്സ്ഡ് ആയി. ഊരി വെച്ചോ? നല്ല ഊരി വെച്ചു. ലൈൻ കട്ട്